ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു NGO അഥവാ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് ആസ്പയർ ഫൗണ്ടേഷൻ. ആസ്പയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ആസ്പയർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ സെയിൽസ്, റിസീവബിൾസ്, ഇൻവെന്ററി എന്നീ മൂന്നിവയിലൂടെ എങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് പ്രസന്റ് ചെയ്യുന്നത് നസ്രേത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായ ശ്രീ NM മാത്യു സാറാണ്. സ്നേഹിതരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിൽസ്, റിസീവബിൾസ്, ഇൻവെൻ്ററീസ് ഈ മൂന്ന് കാര്യങ്ങളാണ്. സെയിൽസ് നമുക്ക് ഇൻകം തരുന്നു, റിസീവബിൾസ് നമുക്കൊരു എക്സ്പെൻസസ് ആണ്, ഇൻവെൻ്ററി അതും നമുക്ക് ഒരു എക്സ്പെൻസസ് ആണ്. ഒരു വർഷം നമുക്ക് സെയിൽസ് വന്നു, അതിനേക്കാളും ഒരു 20% അല്ലെങ്കിൽ 10% സെയിൽസ് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പം നമ്മൾ ഇൻവെൻ്ററി ലെവല് അതിനനുസരിച്ച് കൂട്ടേണ്ടതായി വരും, റിസീവബിൾസും അതിനനുസരിച്ച് കൂട്ടേണ്ടതായി വരും. പക്ഷേ ഇത് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. 10% സെയിൽ കൂടുന്നത് എങ്കിൽ ഏറ്റവും കൂടിയത് 10% മാത്രമേ റിസീവബിൾ കൂടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇൻവെൻ്ററി ലെവലും 10% തന്നെ കൂടാൻ പാടുള്ളൂ. 10% സെയിൽസ് കൂടുമ്പോൾ 15% റിസീവബിൾ കൂടിയാൽ അല്ലെങ്കിൽ 15% ഇൻവെൻ്ററി കൂടിയാൽ അത് ബിസിനസ് ഒരു ഡിസോർഡർ മോഡിലേക്കാണ് പോവുക. ഞാൻ പറഞ്ഞല്ലോ, റിസീവബിൾ കൂടുന്നത് നമുക്ക് എക്സ്പെൻസസ് ആണ്, ഇൻവെൻ്ററി കൂടുന്നതും നമുക്ക് എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് സെയിൽസ് 10% കൂടുമ്പോൾ 10%-ൽ കുറവ് റിസീവബിൾ കൂടുന്നു എങ്കിൽ അതൊരു എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10% സെയിൽസ് കൂടുമ്പോൾ ഇൻവെൻ്ററി ലെവല് 10% അതിൽ കുറവാണ് ഇൻക്രീസ് വരുന്നത് എങ്കിൽ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലും ഒരു എഫിഷ്യൻസി നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സെയിൽസ് കൂട്ടാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. സെയിൽസ് കൂട്ടാനായിട്ട് ഞാൻ പറഞ്ഞത് സെയിൽസ് ടീം നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ സെയിൽസ് ടീമിന് നമ്മളൊരു ബജറ്റ് കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ടേൺ ഓവർ വന്നു, അതിനേക്കാളും 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 20% കൂടിയ ഒരു ടേൺ ഓവറാണ് നമ്മൾ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് ആ ബജറ്റിലേക്ക് നമ്മൾ ഓരോ സെയിൽസ്മാന്മാർക്കും ഒരു കോട്ട കൊടുത്ത് അവരെ പ്രാപ്തരാക്കുക. 2, ഓരോ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ടേൺ ഓവർ ഇൻക്രീസ് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുകയും അതിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ ഓരോ മാസവും സംഭവിക്കുന്ന വർധനവ് നമ്മൾ നിരന്തരം നോക്കി മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുക. ഞങ്ങൾ പറയുകയാണ് എങ്കിൽ ആ ബജറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക, ആ ബജറ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ബജറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുക, ദെൻ കൺട്രോളിങ് മെഷേഴ്സ് നമ്മൾ എടുക്കുക. ഇത് നല്ലൊരു സിസ്റ്റം ആൻഡ് പ്രോസസ് ഉള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സെയിൽസ് ഡിവിഷനിലുണ്ടെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ സെയിൽസിന് പ്രൊപ്പോർഷണേറ്റായിട്ട് വരുന്നതിന് പകരം, അതായത് 10% സെയിൽസ് ആണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ 10%-ലധികം റിസീവബിൾ വരുന്നു എന്ന് പറയുന്നത് ഒരു ഇൻഎഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ റിസീവബിൾ മാനേജ്മെൻറ്റ് സ്ഥലത്തും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡിവിഷൻ്റെ പ്രാപ്തി നമുക്ക് കൂട്ടാവുന്നതാണ്, എഫിഷ്യൻസി നമുക്ക് കൂട്ടാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ആ ഇൻവെൻ്ററിയുടെ കാര്യത്തിലും. ഇൻവെൻ്ററിയും 10% സെയിൽസ് കൂടി പക്ഷെ 15% ഇൻവെൻ്ററി ഹോൾഡിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻഎഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ 10% വരെയാണ് എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഏകദേശം മാക്സിമമാണ് 10%. അപ്പോൾ ഈ രീതിയിലുള്ള
ഒരു അനാലിസിസ് ഇൻവെൻ്ററിയുടെ സൈഡ് വരുന്ന സമയത്തും അവിടെയും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇട്ടുകൊണ്ട് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക അതിലൊരു ഡിസൈൻ ചെയ്ത് ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്താൽ അവിടെയും ഇൻവെൻ്ററി ലെവൽ നമുക്ക് നമ്മുടെ സെയിൽസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഒരു ബജറ്റ് അടുത്ത വർഷത്തേക്ക് ഒരു ഇയർലി ബജറ്റും മന്ത്ലി ബജറ്റും പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സെയിൽസ് ടീമിനെ പ്രാപ്തരാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ വരികയാണ് എങ്കിൽ റെസീവബിൾ എന്നത് ഒരു ചെലവാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് റെസീവബിൾസിൻ്റെ എഫിഷ്യൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു റെസീവബിൾസിനെ നമ്മൾ പെർ ഡേ ക്രെഡിറ്റ് സെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഡേയ്സ് നമുക്ക് റെസീവബിൾ ഉണ്ട് എന്ന് കിട്ടും. ആ ഡേയ്സ് എത്രമാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് എഫിഷ്യൻസി ഉണ്ടാവുന്നതാണ്. റെസീവബിൾസിൻ്റെ എഫിഷ്യൻസി നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കുന്നതാണ്. റെസീവബിൾസിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലായാലോ അത് നമുക്ക് ഒരു ചെലവായി വരുന്നതാണ്, ഇൻട്രസ്റ്റ് ചെലവായിട്ട് വരുന്നതാണ്. ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ? അതുമല്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കിട്ടാക്കുറ്റി ബാഡറ്റായി പോവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം അതുകൊണ്ട് റെസീവബിൾസിൻ്റെ മാനേജ്മെൻറ്റ് നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ കളക്ട് ചെയ്യേണ്ടതുമുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെൻ്ററിയാണ്. ഇൻവെൻ്ററിയുടെയും എഫിഷ്യൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എത്ര ദിവസത്തെ സ്റ്റോക്കാണ് നമ്മൾ ഇൻവെൻ്ററി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ഇൻവെൻ്ററി ആ ഇയർ എൻഡിലെ ഇൻവെൻ്ററിനെ നമ്മൾ പെർ ഡേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻവെൻ്ററി നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. ആ നമ്പർ ഓഫ് ഡേയ്സ് ഒരു ദിവസം നമുക്ക് കുറയ്ക്കാൻ പറ്റുവാണ് എങ്കിൽ നമ്മുടെ കോസ്റ്റ് അത്ര കണ്ട് കുറയുന്നതാണ്. അപ്പോൾ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വേറൊരു കാര്യം നോക്കൂ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൾക്ക് പർച്ചേസസ് വരുമ്പോൾ കോസ്റ്റ് കുറയുമെങ്കിൽ ആ കുറയുന്ന കോസ്റ്റ് ഇൻവെൻ്ററി ഹോൾഡിംഗ് കോസ്റ്റിനേക്കാൾ മേലെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലെവലിൽ ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സെയിൽസ്, റെസീവബിൾസ്, ഇൻവെൻ്ററി ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നത് വളരെ നല്ലതാണ്. സെയിൽസിന് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല റെസീവബിൾ ഉയരുന്നത് എങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെയ്യേണ്ടതുണ്ട്. സെയിൽസിന് ആനുപാതികമായിട്ടല്ല ഇൻവെൻ്ററി കൂടുന്നത് എങ്കിൽ അവിടെയും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻവെൻ്ററി ഡേയ്സ് കൂടുമ്പം അതിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുന്നു എന്ന് മാത്രമല്ല, അവിടെ ചിലപ്പം വേസ്റ്റേജിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സെയിൽസ് നമുക്ക് ഇൻകം തരുന്നു, റെസീവബിൾസ് നമുക്കൊരു എക്സ്പെൻസസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം 60 ദിവസമാണ് എങ്കിൽ 60 ദിവസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. 90 ദിവസമാണ് എങ്കിൽ 90 ദിവസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. 120 ദിവസമാണ് എങ്കിൽ 120 ദിവസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അതേ പ്രൊപ്പോർഷൻ തന്നെയാണ് ഇൻവെൻ്ററിയുടെ കാര്യത്തിൽ വരുമ്പോഴും. 45 ദിവസത്തെ ഇൻവെൻ്ററിയാണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ 45 ദിവസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. 60 ദിവസമാണ് എങ്കിൽ 60 ദിവസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. 90 ദിവസമാണ് എങ്കിൽ 90 ദിവസത്തെ, 120 ദിവസമാണെങ്കിൽ 120 ദിവസത്തെ. ഈ ഇൻട്രസ്റ്റിനോട് കൂടി ഇൻവെൻ്ററിയുടെ കേസിൽ വേസ്റ്റേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എല്ലാം പർച്ചേസ് പ്രൈസും ഇൻവെൻ്ററിയുടെ ഹോൾഡിംഗ് കോസ്റ്റും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചത് സെയിൽസ്, റെസീവബിൾസ്, ഇൻവെൻ്ററി എന്ന കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നതാണ്. എന്നാൽ ശ്രദ്ധിച്ച് ആ ഓരോരോ സ്ഥലങ്ങളിലും എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വിജയിച്ച് മുന്നേറുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്നേഹത്തോടെ താങ്ക്സ്. ഇന്ന് സാർ സംസാരിച്ച വിഷയം സെയിൽസ്, റിസീവബിൾസ്, ഇൻവെന്ററി എന്നിവയിലൂടെ എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.